അപ്പോൾ ഇന്നിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തല്ലോ. ഒന്ന് വി.സിയെ സസ്പെൻഡ് ചെയ്തു, രണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു നറേറ്റീവ് എസ്.എഫ്.ഐ. പി.എഫ്.ഐ. സഖ്യമാണ് ക്യാമ്പസുകളിൽ എന്നുള്ളതാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നിഗമനമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഏതായാലും മുഴുവൻ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. വി.സിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡീനിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നടപടികളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയവും കളിക്കാം. ഇതിൻ്റെ ഒരു വൈഡർ നറേറ്റീവ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഏതാണ്ട് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയ കളികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് എസ്.എഫ്.ഐ. പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എസ്.എഫ്.ഐ. തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. ക്യാമ്പസിലെ ഏകാധിപത്യ പ്രവണതയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ എസ്.എഫ്.ഐ. പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകം സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോളേജുകളിലെ ഈ ഏകാധിപത്യ പ്രവണത വിദ്യാർത്ഥികളിൽ ഒരു അക്രമവാസന സൃഷ്ടിക്കുന്നത് എന്നുള്ളത് പഠിക്കാനും അത് വിലയിരുത്താനും അക്കാര്യത്തിൽ ഒരു ഒരു തിരുത്തൽ വരുത്താനും എസ്.എഫ്.ഐയെ കൊണ്ട്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം എസ്.എഫ്.ഐയുടെ നിയന്ത്രണം CPM-ൻ്റെ കയ്യിലാണല്ലോ. CPM-ന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 17 മുതൽ 24, 25 വയസ്സ് വരെയുള്ള കുട്ടികളാണ് സാധാരണഗതിയിൽ കോളേജുകളിലുള്ളത്. അവർക്ക് ഒരു ജനാധിപത്യ ബോധം കൊടുക്കുന്നതിന് പകരം ഒരു ഏകാധിപത്യ ബോധം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമ്പസുകളിൽ വലിയ തോതിൽ ലഹരി ഉപയോഗമുണ്ട്. അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രത്യാഘാതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ പലയിടങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞും അറിയാതെയും പല സംഭവങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പൂക്കോട് സർവകലാശാലയിൽ നടക്കുന്ന കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതലായി ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ നന്നായി. കാരണം ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എസ്.എഫ്.ഐ. ആണ് കൂടുതൽ ക്യാമ്പസുകൾ നിയന്ത്രിക്കുന്നത്. KSUവും ABVPയും ഇത്തരം ക്യാമ്പസുകളിൽ നിയന്ത്രിക്കും. അപ്പോൾ അതാണൊരു കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതിനപ്പുറത്തേക്ക് ഇതൊരു CPM വിരുദ്ധത ഭ്രാന്തായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നൊരു വിഷയമായിട്ട് നമ്മളിതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ തന്നെയും എസ്.എഫ്.ഐ. ക്രിമിനൽ എന്നിങ്ങനെ കുറേ കാലമായി പറഞ്ഞു നടക്കുന്ന ആളാണ്. അയാൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ചിന്തിക്കേണ്ട എസ്.എഫ്.ഐ. PFI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സഖ്യമൊന്നും ഇന്നിപ്പോൾ കേരളത്തിലില്ല. ആ നറേറ്റീവിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുന്ന ഒരു വഴിയായി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്കാണ് ആ രാഷ്ട്രീയമെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഗവർണർ ആഞ്ഞടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരാഞ്ഞടിക്കലും ഇല്ല. ഗവർണറുടെ കയ്യിലുള്ള അധികാരം ഗവർണർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ VCക്ക് അക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എങ്കിൽ, ഡീനിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സമീപിച്ചൊരു ഒരു സിറ്റിംഗ് ജഡ്ജിയെ തന്നെ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടുകൂടി ആ വിഷയത്തിലെ എല്ലാ തീർപ്പുകളും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഏതായാലും ഇതൊരു ഒരുപക്ഷെ കേരളം ലജ്ജിക്കേണ്ട ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഒരു വിശാലമായ താല്പര്യത്തിനപ്പുറത്തേക്ക് ഇന്നത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അതിനകത്ത് വെറും ഒരു CPM വിരുദ്ധത മാത്രമാണുള്ളത്, വെറും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഞാൻ ഇന്ന് കണ്ടില്ല. Meet the editors.